എം.വി. ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് തെറ്റായിപ്പോയെന്ന് മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. പി.കെ. ശ്യാമള നിൽക്കുന്ന ശരിയല്ലെന്ന അഭിപ്രായം വന്നപ്പോൾ തന്നെ ഒഴിവാക്കണമായിരുന്നു. ഈ കാര്യത്തിൽ എല്ലാം പാർട്ടിക്ക് തെറ്റുപറ്റി. രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണം ഉയർന്നയാളെ മത്സരിപ്പിച്ചതും തെറ്റാണെന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. ജി. സുധാകരനെയും പാലോളി വിമർശിച്ചു. സ്ഥാനാർത്ഥിത്വ പ്രശ്നത്തെ സംബന്ധിച്ച് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ മാഷ ഭാര്യ നിൽക്കുന്നത് ശരിയല്ല എന്ന് പാർട്ടിയിൽ അഭിപ്രായം വന്നു. ആ ഘട്ടത്തിൽ അത് ഒഴിവാക്കേണ്ടതായി, വേറൊരാളെ വെക്കേണ്ടതായിരുന്നു. ഇതുപോലെ തന്നെ പയ്യന്നൂരിൽ ഒരു രക്തസാക്ഷിക്ക് വേണ്ടിയിട്ട് പിരിച്ചിട്ടുള്ള ഫണ്ട് അതിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് ഇയാളുടെ പരാതി. അങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അയാൾ തൽക്കാലം സ്ഥാനാർത്ഥിത്വത്തിന് മാറ്റി നിർത്തേണ്ടതായി. ഇത് രണ്ടും അവിടുത്തെ പാർട്ടി കമ്മിറ്റിക്ക് പറ്റിയിട്ടുള്ള പെശകാണ്, ചെയ്യാൻ പാടില്ലാത്തതായി. കൂടുതൽ വിവരങ്ങളുമായി അരുണാണ് ചേരുന്നത്. അരുൺ, എന്തായാലും തിരഞ്ഞെടുപ്പിലെ തോൽവിയെ സംബന്ധിച്ച് ഈ വിഷയം കുറേ തവണ ചർച്ച ചെയ്താണ്. എന്തായാലും ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി കൃത്യമായി തന്നെ തുറന്നു സംസാരിച്ചിരിക്കുന്നു, വിമർശിച്ചിരിക്കുന്നു ശ്യാമളയെ മത്സരിപ്പിച്ചത് തെറ്റായി പോയി എന്ന്. മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്? മുതിർന്ന CPM നേതാവായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഈ എം.വി. ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് ശരിയായില്ല എന്നുള്ളതാണ് പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നത്. ഈ പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം പാർട്ടിക്കകത്ത് ഉയർന്നപ്പോൾ തന്നെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. മാത്രമല്ല, ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം നിലനിൽക്കുന്ന ആളെ മത്സരിപ്പിച്ചത് അത് തെറ്റായി പോയി എന്നും പാർട്ടി ഇത്തരം കാര്യങ്ങളിലൊക്കെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചതായും പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ വിമതരായി മത്സരിച്ച ടി.കെ. ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പരനാറികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിൽ തിരുത്തൽ ശക്തിയാകാതെ UDFന്റെ പിന്തുണയോടെ മത്സരിച്ച MLA-മാരായി. ജി. സുധാകരനാണെങ്കിൽ ഒരു ധിക്കാരിയാണ്. സുധാകരൻ തന്നെക്കാൾ 4 ഇരട്ടി പ്രായമുള്ള സഖാക്കളോട് പെരുമാറുന്നത് കണ്ട് താൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എന്നും പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നുണ്ട്. ഏതായാലും കുഞ്ഞികൃഷ്ണനെയും അതുപോലെ തന്നെ ഈ സുധാകരനെയും ഒക്കെ വലിയ രീതിയിൽ വിമർശിക്കുകയാണ് പാലോളി മുഹമ്മദ് കുട്ടി ഒരു ഭാഗത്ത് ചെയ്യുന്നത്. അതേസമയം തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചകൾ ഉണ്ടായി, തെറ്റുണ്ടായി എന്നുള്ളതാണ് ഈ മുതിർന്ന CPM നേതാവ് ഇപ്പോൾ പറയുന്നത്.